ഗുജറാത്തിൽ മുസ്ലിം സമൂഹത്തെ കൊന്നുകൊണ്ടുള്ള വികസനമാണ് നരേന്ദ്രമോദിയുടേതെന്ന് മുൻമന്ത്രി ജി സുധാകരൻ. കോൺഗ്രസിലെ തന്നെ ചിലർ മോഡിക്ക് പിന്തുണയായി എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ ജി സുധാകരൻ ദേശീയ തലത്തിൽ കോൺഗ്രസും ബിജെപിയും സമരസപ്പെട്ടിരിക്കുകയാണെന്നും അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കളക്ടറേറ്റ് വളയൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു സമൂഹത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഇല്ലാതാക്കുക, ഇതാണ് മോഡി ചെയ്തത്. അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത നാടകീയമായ പാതകങ്ങളെ പറ്റി ഒന്നും കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഗർഭിണികളോട് വരെ വളരെ പ്രായമായ മുത്തശ്ശന്മാരോടും മുത്തശ്ശിമാരോടും വരെ ചില കാര്യങ്ങളെ പറ്റി ഒന്നും വിശദീകരിക്കും. അവർക്കെല്ലാം അറിയാം. അതിന്റെ രാജ്യത്ത് വലിയ തരത്തിലുള്ള പ്രക്ഷോഭം കൊടുങ്കാറ്റുണ്ടായതാണ്, വലിയ അഭിപ്രായം കൊടുങ്കാറ്റുണ്ടായത്. ലോക ജനത ഇത് ശ്രദ്ധിച്ചതാണ്. പക്ഷെ മോഡിക്കൊന്നും സംഭവിച്ചില്ല. മോഡിയാണ് വികസനത്തിൽ ഒന്നാമത് എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പറയാൻ തുടങ്ങി. ആദ്യമായും ഇത് പ്രഖ്യാപിച്ചത് ഡിവൈഎഫ്ഐയും SFIയെയും CPM-നെയൊക്കെ ചലിച്ചിട്ട് പോയ ആ അബ്ദുള്ളക്കുട്ടി എന്ന് പറയുന്ന വഞ്ചകനാണ്. അതാണ് ആദ്യമായിട്ട് മോഡിയെ ശ്രമിച്ചത്. അവസാനം PC ജോർജ് മോഡി ഞങ്ങളുടെ നേതാവെന്ന് പറഞ്ഞ് ബാനറും തൂക്കി ബനിയനും ഓടുക. ഉമ്മൻചാണ്ടി മോഡിയുടെ ആൾക്കാരെ കാണാൻ പ്രത്യേക താല്പര്യമെടുത്ത് പോവാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോവാണ്. മാണിസാർ അങ്ങനെ കണ്ടതിലൊന്നും യാതൊരു കുഴപ്പമില്ല, ഓടിയത് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവരെ മോഡിയോട് സമരസപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, മോഡിയാണ് വികസനത്തിൽ ഒന്നാമതെന്ന് ചില കോൺഗ്രസുകാർ തന്നെ പറയുന്നുണ്ടെന്നും ചീഫ് വിപ്പ് PC ജോർജ് മോഡി തങ്ങളുടെ നേതാവെന്ന ബാനറും തൂക്കി ബനിയനുമിട്ട് ഓടി നടക്കുകയാണെന്നും ജി സുധാകരൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മോഡിയുടെ ആൾക്കാരെ കാണാൻ പ്രത്യേകം താല്പര്യമെടുത്ത് പോയവരാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക കാര്യങ്ങളിലെല്ലാം കോൺഗ്രസും BJPയും ഏക സ്വഭാവമാണെന്ന് പറഞ്ഞ ജി സുധാകരൻ അധികാരത്തർക്കം മാത്രമേ അവർക്കിടയിലുള്ളൂവെന്ന് കൂട്ടിച്ചേർത്തു. അതേസമയം വീട്ടുജോലിക്കാരുടെ സേവനവേതന വ്യവസ്ഥയിൽ തിരിമറി കാണിച്ചതിന്റെ പേരിൽ ന്യൂയോർക്ക് പോലീസ് അറസ്റ്റ് ചെയ്ത ഇന്ത്യൻ ഡെപ്യൂട്ടി കോൺസുൽ ജനറൽ ദേവയാനി ഖോബ്രഗഡയെ ന്യായീകരിച്ച ജി സുധാകരൻ സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഇന്ത്യൻ ഗവൺമെന്റിന്റേതാണെന്നും കുറ്റപ്പെടുത്തി. നിയമന നിരോധനത്തിനും അഴിമതിക്കുമെതിരെ ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കളക്ടറേറ്റ് വളയൽ സമരത്തിൽ AM ആരിഫ് MLA, R രാജേഷ് MLA, CPM ജില്ലാ സെക്രട്ടറി CB ചന്ദ്രബാബു തുടങ്ങിയ പ്രമുഖ നേതാക്കളും പങ്കെടുത്തു.